കൊല്ലുവാടാ കള്ള. അത്രയ്ക്കായോ? എന്താ ഇവിടെ? ഈ കള്ളൻ എന്റെ കടയിൽ നിന്നും മുട്ട മോഷ്ടിച്ചു. ഇവനെ തല്ലിയാ പോരാ. എന്നെ തല്ലല്ലോ ചേട്ടാ, എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഇനി മേലിൽ ഞാൻ ഇവിടുന്ന് മുട്ട മോഷ്ടിക്കില്ല, സത്യം. വിട്ടേക്ക് ചേട്ടാ, പറഞ്ഞത് കേട്ടില്ലേ, അബദ്ധം പറ്റിയതാണെന്ന്. പാവം, നല്ല മുട്ടയായിരിക്കുമെന്ന് കരുതിയാവും മോഷ്ടിച്ചത്. സോറി മോനെ. ഏയ്, എനിക്കാണ് തെറ്റുപറ്റിയത്. ഞാനാണ് സോറി പറയേണ്ടത്. സോറി ചേച്ചി. അയ്യോ അല്ല, മോനൊരു നല്ല കുട്ടിയായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സത്യത്തിൽ എനിക്ക് തന്നെയാണ് തെറ്റുപറ്റിയത്. ഐ ആം റിയലി സോറി. ഞാൻ റോങ് സൈഡ് ആയിരുന്നു. അല്ലല്ല, ഞാൻ തന്നെയാ അബദ്ധം കാണിച്ചത്. സോറി. അല്ല മോനെ, ഞാനാണ് അബദ്ധം കാണിച്ചത്. സോറി. പ്ലീസ് ചേച്ചി, അങ്ങനെയൊന്നും പറയരുത്. നിങ്ങളെ പോലെ വിവരമില്ലാത്ത സ്ത്രീ ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോ തന്നെ ഏതെങ്കിലും ഇടവഴി കൂടെ ഞാൻ രക്ഷപ്പെടേണ്ടതായിരുന്നു. ഞാൻ തന്നെ അബദ്ധം കാണിച്ചത്. സോറി. അല്ല, ഇത് നമ്മുടെ രാമൻ ചേട്ടന്റെ വീടല്ലേ? അതെ. എന്താ ഇവിടെ ഒരു ആൾക്കൂട്ടം? രാമന്റെ അമ്മായി അമ്മയെ അവരുടെ പശു ചവിട്ടി കൊന്നു. അതാ ഇത്രയും ആൾക്കൂട്ടം. ആ, അത് ശരി. ഇവരെല്ലാവരും ആ പശുവിനെ വിലയ്ക്ക് വാങ്ങാൻ വന്നതാ. ആദ്യ നോട്ടത്തിൽ തന്നെ കുട്ടി എനിക്കിഷ്ടായി. നമ്പർ തരുമോ? എടാ തെണ്ടിച്ചക്ക, ഞാൻ ആരാണെന്നറിയോ? ആരാ? ഞാൻ ഇവരുടെ അമ്മയാ. ക്ഷമിക്കണം ചേച്ചി, എനിക്ക് മകളെയാ ഇഷ്ടമായത്. ടിൻഡു, അവിടെ നിന്നേ, ഒരു കാര്യം ചോദിക്കട്ടെ. കാശാണെങ്കിൽ സോറി ടീച്ചർ, ഞാൻ പേഴ്സ് എടുത്തിട്ടില്ല. നീ ഹെഡ് മാസ്റ്ററെ കുറിച്ച് എന്തെല്ലാം തോന്നിയവാസമാ പറഞ്ഞുണ്ടാക്കിയത്? ഞാനൊന്നും പറഞ്ഞുണ്ടാക്കിയില്ല. അയാൾ ഒരു കള്ളനാണെന്ന് നീ പറഞ്ഞു വരുത്തിയില്ലേ? ഇല്ല. അദ്ദേഹം ഒരു തെമ്മാടിയാണെന്നും കഴുതയുടെ ബുദ്ധി ഉള്ളൂന്ന് നീ കൂട്ടുകാരോട് പറഞ്ഞില്ലേ? ഇല്ല, പറഞ്ഞില്ല. നമ്മുടെ ഹെഡ് മാസ്റ്റർ ഈ സ്കൂളിന് അപമാനമാണെന്ന് നീ പറഞ്ഞു വരുത്തിയില്ലേ? അയ്യോ, ഞാനിങ്ങനെയൊന്നും പറഞ്ഞില്ല. എടാ കുരുത്തം കെട്ടവനെ, നമ്മുടെ ഹെഡ് മാസ്റ്റർ ഒരു വായി നോക്കിയാണെന്നും അധ്യാപികമാരെ ശല്യം ചെയ്യാറുണ്ടെന്നും നീ മറ്റുള്ളവരോട് പറഞ്ഞു വരുത്തിയില്ലേ? അയ്യോ ടീച്ചർ, ഇക്കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ തന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് വരാം. ടീച്ചർ പറഞ്ഞതാണ്, പ്രത്യേകം പറയാം. മിണ്ടിപ്പോരുത്, ഞാനാണ് ഇടിവെട്ട് പരമു. ഏതവനായാലും വേണ്ടില്ല, ലേറ്റ് ഓഫ് ചെയ്യ്. മനുഷ്യന് കിടന്നുറങ്ങണം. ഇവനാള് കൊള്ളാലോ. ഒരു കള്ളനെ കിടപ്പുമുറിയിൽ നേരിട്ട് കണ്ടിട്ടും ഒരു കൂസലുമില്ലല്ലോ. അങ്ങനെ വിട്ടാ പറ്റില്ല. ഏയ് ഹലോ, എഴുന്നേൽക്കടാ ചക്ക. ഇത് വലിയ ശല്യമായല്ലോ. എന്താടോ തനിക്ക് വേണ്ടത്? ഞാൻ ഇവിടെ മോഷ്ടിക്കാൻ വന്നതാണ്. എന്നെയാണോ ഇയാള് മോഷ്ടിക്കാൻ വന്നത്? നിന്നെയല്ല, പണമാണ് എനിക്ക് വേണ്ടത്. വേഗം പറഞ്ഞോ, എവിടെയാ പണം വെച്ചിരിക്കുന്നത്? എന്റെ പൊന്നു ചേട്ടാ, ഇത് തന്നെ ഒരാഴ്ചയായിട്ട് ഞാനും അന്വേഷിക്കുന്നത്. കിട്ടിയിരുന്നെങ്കിൽ വയറ് നിറയെ ഐസ്ക്രീം കഴിക്കായിരുന്നു. ഏതായാലും ഉറക്കം പോയി. കള്ളനിരിക്കൂ. ഇരിക്കാനൊന്നും നേരമില്ല, എനിക്ക് എന്റെ ജോലി നോക്കണം. പിന്നെ വലിയ കളക്ടറല്ലേ കളക്ടർ? ഈരി ചേട്ടാ, അതെ, ആദ്യമായിട്ട് ഒരു കള്ളനെ ഞാൻ നേരിട്ട് കാണുന്നത്. അപ്പ പിന്നെ പരിചയപ്പെടാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഇരിക്കൂ. ഇരുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഒച്ച വെച്ച ആളെ കൂട്ടും. എന്റെ അച്ഛൻ പോലീസിലാ, അറിയാവോ? അയ്യേ, പോലീസുകാരെ ഇത്രയും പേടിയാണെങ്കിൽ എന്തിനാ ചേട്ടാ ഈ പണിക്ക് ഇറങ്ങിയത്? പേടി കൊണ്ടല്ലടാ, പോലീസ് എന്ന് കേട്ടാ അപ്പോ ഇരുന്ന് കളയണം, എങ്കിലേ രക്ഷപ്പെടൂ. അതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അന്ധവിശ്വാസം അല്ലാതെന്ത്? ചേട്ടൻ ജനിച്ചപ്പോഴേ കള്ളനായിരുന്നു. എത്ര വർഷമായി ഈ ജോലി തുടങ്ങിയിട്ട്? താൻ എന്നെ ഇന്റർവ്യൂ ചെയ്യാണോ? അയ്യോടാ, ഇന്റർവ്യൂ ചെയ്യാ ഇയാളാരാ? സിനിമാ നടനോ? മര്യാദക്ക് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പൊ അച്ഛനെ വിളിക്കും. ചേടാ, ഇത് വലിയ ശല്യമായല്ലോ. എടാ, 20 വർഷമായി ഞാൻ ഈ പണി തുടങ്ങിയിട്ട്. ശരി, ഞാൻ പോട്ടെ. എവിടെ പോവാൻ? അവിടെ ഇരിക്കേ. 20 വർഷം കൊണ്ട് കൊറേ സമ്പാദിച്ചു കാണുമല്ലോ അല്ലേ? ഒരു സമ്പാദ്യം ഇല്ല, അങ്ങനെ ജീവിച്ചു പോന്നു മാത്രം. ഇതിലും നല്ലത് തനിക്ക് പോലീസിൽ ചേരുന്നതായിരുന്നു. പോലീസ് പിടിക്കുമെന്ന് പേടിയില്ലാതെ കാശുണ്ടാക്കി കൂടായിരുന്നോ എന്റെ അച്ഛനെ പോലെ? ആട്ടെ, എന്തൊക്കെയാ നിങ്ങളുടെ രീതികൾ?
നേരത്തെ പറഞ്ഞതുപോലെയുള്ള വിശ്വാസങ്ങൾ വേറെയുമുണ്ടോ? ഭഗവാനെ, ഇതിലും ഭേദം എന്നെ പോലീസ് പിടിക്കുന്നതായിരുന്നു. എടാ മോനെ, എന്നെ ഒന്ന് ഒഴിവാക്കടാ. ചേട്ടൻ കൊഞ്ചാതെ കാര്യം പറ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ അച്ഛനെ വിളിക്കും. കൂടുതൽ വിശ്വാസമൊന്നുമില്ല. 13-ാം തീയതി ഞാൻ കക്കാൻ പോവില്ല, അത്ര തന്നെ. അതെന്താ? 13 നിർഭാഗ്യമാ. 13-ാം തീയതി, 13-ാം നമ്പർ വീട്, 13-ാം നമ്പർ മുറി, ഇതൊക്കെ എനിക്ക് പ്രശ്നമാണ്. ഓരോ അന്ധവിശ്വാസങ്ങൾ. എങ്ങനെയാ ചേട്ടൻ ഇതിൽ എത്തിപ്പെട്ടത്? എന്റെ കാമുകി കാരണം. അവൾക്ക് എന്നും ഓരോ ആവശ്യങ്ങളാ. എനിക്കാണെങ്കിൽ ജോലിയുമില്ല. അങ്ങനെ മോഷ്ടിക്കാൻ ഇറങ്ങി. അത് ശരി, ചേട്ടൻ അവളെ തന്നെ കല്യാണം കഴിച്ചല്ലേ? അത് നിനക്കെങ്ങനെ മനസ്സിലായി? അതുകൊണ്ടല്ലേ ചേട്ടൻ ഇപ്പോഴും ഈ പണി ചെയ്യുന്നത്? അല്ല, ഇത്രയും വലിയ ഫ്ലാറ്റിൽ ഏറ്റവും മുകളിലത്തെ നിലയിൽ ചേട്ടൻ എങ്ങനെ എത്തി? മോനെ, വർഷം 20 കഴിഞ്ഞു ഈ പണി തുടങ്ങിയിട്ട്. ഇതിലും വലിയ ഫ്ലാറ്റിൽ കയറിയിട്ടുണ്ട്, ഇറങ്ങി പോയിട്ടുമുണ്ട്. ചേട്ടനെ ഈ ജോലിക്കിടയിൽ എപ്പോഴെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ? ഒരേ ഒരു തവണ. ഇന്ന് മാത്രം. ഒന്നല്ല, 2 അബദ്ധം. ഒന്നാമത് ഞാൻ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. രണ്ടാമത്തത് നിന്നെ വിളിച്ചുണർത്താൻ തീരെ പാടില്ലായിരുന്നു. ഹഹാ, നല്ല തമാശക്കാരനാണല്ലോ കള്ളൻ. വേറെ ഏതെങ്കിലും ഒരു തമാശ പറയൂ. അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഇപ്പൊ ഞാൻ പോട്ടെ. പിന്നീട് പറയാന്നോ? അപ്പ താൻ ഇവിടെ കയറുന്നത് സ്ഥിരാക്കാനുള്ള പരിപാടിയാ? ആരാ അവിടെ സംസാരിക്കുന്നത്? അയ്യോ അച്ഛൻ, തന്റെ കാര്യം പോക്ക. ദൈവമേ, അതുവഴിയാ അച്ഛൻ വരിക. അത് കുളിമുറിയാ. ഇനി ഒന്നും നോക്കണ്ട, ആ ജാലകത്തിലൂടെ ചാടിക്കോ. അയ്യോ, ഇത് 13-ാമത്തെ നിലയല്ലേടാ? അന്ധവിശ്വാസത്തിനൊന്നും ഇപ്പൊ സ്ഥാനമില്ല. രക്ഷപ്പെടണമെങ്കിൽ വേഗം ചാടിക്കോ. Tinderman rocks. D&D rocks.